കൃഷ്ണൻ സത്യഭാമയോടൊപ്പം നരകാസുരനെ നിഗ്രഹിച്ചതാണ്. ആ ദിവസമാണ് ഈ വിഷു ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. കണിക്കൊന്ന എന്ന പുഷ്പത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ചു. ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ബാലിയെ വീഴ്ത്തുന്നത്. അത് ഈ കൊന്ന മരത്തിന്റെ ആയിരുന്നു. എന്തുകൊണ്ടാണ് കണ്ണനെ കണി കാണുന്നത്? ഭഗവാന് ഒരു ഉണ്ണിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈ ഉണ്ണിക്ക് ഭഗവാനെ വിളിക്കുന്നിടത്തെല്ലാം കൃഷ്ണൻ വരും. മറ്റാർക്കും കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു നാൾ ആരോ ഒരാൾ നല്ലൊരു സ്വർണ്ണമാലയൊക്കെ കൃഷ്ണന് സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ഇത് ഈ ഉണ്ണിക്ക് കൊടുത്തു. അതിന് സമാധാനമായിട്ട് ഭഗവാൻ ഒരു അശരീരി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന ആ മരത്തിലെല്ലാം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുക. അതുവരെയും കൊന്ന മരം പൂത്തിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും കണിയിൽ വെക്കണമെന്ന് നിർബന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? എല്ലാം ചെയ്യുന്നത് എന്തിനാ? മനസ്സമാധാനത്തിനും മനസ്സിൻ്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണ്. 2 തുമ്പപ്പൂവും ഒരു ഉണക്കലരിയും വെച്ചാലും കണി കാണാം. എന്തെങ്കിലും വെക്കാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഒരു വല്ലാത്തൊരു സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്, ഈശ്വരനൊക്കെയാണ്, പക്ഷെ എന്തോ ഞാൻ വിളിച്ച കേൾക്കും. ക്ഷേത്രങ്ങളിൽ കണി കാണുന്നതാണോ വീടുകളിൽ കണി കാണുന്നതാണോ ഉചിതം? ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവില്ലേ. ഇന്നത്തെ കാലത്തെ വിഷുവിനെ വിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മാറ്റാ തോന്നുന്നത്? നമ്മൾ കുറേ കഥയൊക്കെ പറയാമെങ്കിലും അപ്പം അവർക്ക് കാരണവർ വെറുതെ എന്തൊക്കെയോ അടിച്ചുവിടുക എന്ന് പറയും.